ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ലെവലേശം പോലും BJPയുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന പ്രക്രിയയിൽ ആർക്ക് നോട്ടീസ് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട, ആരെ ചോദ്യം ചെയ്യണം, ആർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ഭാഗം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ തവണ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. കോൺഗ്രസിലെ നേതാക്കന്മാർക്കെതിരെ കേരളത്തിൽ എത്രയോ നടപടികൾ സ്വീകരിക്കണം, എത്രയോ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി, എത്രയോ പ്രചരണങ്ങൾ നടത്തി സ്ഥാനാർത്ഥികൾക്കെതിരെ. കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ് വിദ്വേഷ പ്രസംഗം നടത്തിയത്? വടകരയിൽ മുഖ്യമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തിയോ? വടകരയുടെ കാര്യം താങ്കൾ പറയുമ്പോൾ വടകരയിൽ ഏതോ ഫ്രഞ്ച് എലമെന്റ്സ് ചില സംഗതികൾ ഉണ്ടാക്കി. അതിനെ ഇവിടുത്തെ രണ്ട് മുന്നണികളുടെയും നേതൃത്വം തള്ളിപ്പറയുകയാണ്. ശ്രീകൃഷ്ണദാസ്, നിങ്ങളെപ്പോലെ അഭിമാനപൂർവ്വം ഏറ്റെടുക്കുകയല്ല അത്തരം ഹേറ്റിനെ. അവരതിനെ തള്ളിപ്പറയുകയാണ്. രണ്ട് മുന്നണികളുടെയും നേതൃത്വം കാണണം. ആരാണ് അംഗീകരിച്ചത്? അഭിമാനകരമായി ഏറ്റെടുത്തത് ആരാണ്? ആരെങ്കിലും തള്ളി പറഞ്ഞോ? വടകരയിൽ നടന്ന രാഷ്ട്രീയ യുദ്ധങ്ങളെ ആരെങ്കിലും തള്ളി പറഞ്ഞോ? ഏതെങ്കിലും മുന്നണി തള്ളി പറഞ്ഞോ? UDF തള്ളി പറഞ്ഞോ? കോൺഗ്രസ് തള്ളി പറഞ്ഞോ? LDF തള്ളി പറഞ്ഞോ? CPM തള്ളി പറഞ്ഞോ? പരസ്പരം നടന്നിട്ടുള്ള യുദ്ധത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താങ്കൾ അവിടെ ചില മോശം പ്രവണതകൾ ഉണ്ടായി എന്നത് ശരിയാണ്. പക്ഷെ അത് ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ കാർമ്മികത്വത്തിൽ നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ വസ്തുതാ പ്രശ്നമുണ്ട്.